الحمد لله رب العالمين أمرنا بالصلاة والسلام على خاتم النبيين وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. പ്രിയമുള്ള ആദരണീയരായ സത്യവിശ്വാസികളെ, സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പിന്നെയും ഒരു പുണ്യദിവസം യൗമുൽ ജുമുഅ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മനുഷ്യൻ്റെ വളരെ സർവ്വസാധാരണവും പ്രാഥമികവുമായ ഒരു സ്വഭാവമാണ്, അടയാളമാണ് നല്ലതിനെ ഇഷ്ടപ്പെടുക എന്നത്, നന്മയെ ആഗ്രഹിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രത്തിൽ എവിടെയും എപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന എന്തെല്ലാം നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ നടത്തിയാലും നന്മകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നൊരു മാതൃകാ ജീവിതം, അത് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. വിശ്വസിച്ചിട്ടില്ലാത്ത നിഷേധികളായ ചരിത്ര ഗവേഷകന്മാർ പോലും പ്രവാചകരുടെ ജീവിതത്തെ ദോഷങ്ങൾ കണ്ടെത്താൻ, ന്യൂനതകൾ എടുത്തു പറയാൻ എങ്ങനെയെല്ലാം പരീക്ഷിച്ചിട്ടും സാധിച്ചിട്ടില്ല. 100 മഹാവ്യക്തിത്വങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അവരിൽ ലോകം കണ്ട മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഉത്തമമായ വ്യക്തിത്വം, മാതൃകാ വ്യക്തിത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ദ 100 എന്ന ഗ്രന്ഥത്തിൽ മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ നിരൂപണം നമ്മൾ പുതിയതല്ല, നേരത്തെ പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ എന്തെല്ലാം വിശുദ്ധ ഖുർആൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ, നിന്നിൽ വിശ്വസിച്ചവർക്കോ നിൻ്റെ ഭാഷക്കാർക്കോ ദേശക്കാർക്കോ ഒന്നുമല്ല, എല്ലാവർക്കും, മനുഷ്യർക്കും അല്ലാത്ത ജീവജാലങ്ങൾക്കുമെല്ലാം കാരുണ്യമായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ തിരുദൂതർ, നന്മയുടെ നായകൻ, മാതൃകയുള്ള മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമ ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദരവുണ്ടാവുക, സ്നേഹം കാണിക്കുക, കൂറു പുലർത്തുക എന്നത് മനുഷ്യത്വത്തിൻ്റെ അടയാളമാണ്, ബാധ്യതയാണ്. വിശ്വാസികൾ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെയും മനുഷ്യത്വം പൂർണ്ണമാവുന്നതിൻ്റെ അടയാളമാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലൊരു വചനം, സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക. വആമിനു ബിറസൂലിഹി, അവൻ്റെ ദൂതരിൽ, അവൻ്റെ പ്രവാചകരിലും നിങ്ങൾ വിശ്വസിക്കുക. യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, നിങ്ങൾക്ക് തൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ ഇരട്ടിയായി നൽകും, 2 ഭാഗമായി നിങ്ങൾക്ക് നൽകും.
നേരത്തെ വന്നുപോയ പ്രവാചകന്മാരിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിച്ചവർക്ക് അതിൻ്റെ പുണ്യമുണ്ട്. അതോടൊപ്പം അവസാനമായി വന്ന പ്രവാചകരിലും കൂടി നിങ്ങൾ വിശ്വസിക്കുക. ആ പ്രവാചകരുടെ സന്ദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് അള്ളാഹു കൂടുതലായി പ്രതിഫലം നൽകുന്നതാണ് എന്ന് ഈ വചനത്തോട് സൂചിപ്പിക്കുകയാണ്. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള പ്രകാശം, ബാഹ്യമായ അർത്ഥത്തിലുള്ള വെളിച്ചമല്ല. തെറ്റുകളും നന്മകളും തിന്മകളും ഒക്കെ കൂടിക്കലർന്ന, സ്വാഭാവികമായും ഒരുപാട് തിന്മകൾ പെരുകി കൂടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ, പരിസരങ്ങളിൽ, ചുറ്റുപാടുകളിൽ നിങ്ങൾക്ക് നന്മകൾ കണ്ടെത്തി അത് സ്വീകരിച്ചു, തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ടു മുന്നോട്ട് നീങ്ങാൻ, ജീവിതം നിങ്ങളുടെ സുരക്ഷിതമാക്കാനും നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ പ്രാപിക്കാനും ഉള്ള വെളിച്ചം, ഹിദായത്തിൻ്റെ, നേർമാർഗത്തിൻ്റെ ദർശനം നിങ്ങൾക്ക് നാഥൻ നൽകുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം. വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ പോലും ജീവിതത്തിൽ വന്നു പോകുന്ന പിഴവുകൾ, കുറവുകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അവൻ അങ്ങേയറ്റം പുറത്തു തരുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. പ്രവാചകരിൽ വിശ്വസിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിർബന്ധവും ധാരാളമായി വചനങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് കാണാൻ, കൂടെ ജീവിക്കാൻ, ആ സാന്നിധ്യം സ്വീകരിക്കാൻ, നേരിട്ട് കേൾക്കാൻ, കാണാൻ, പഠിക്കാൻ അതിനൊന്നുമുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. നാളെ മറ്റേന്ന് പരിച്ചു ചെന്നാൽ പാരത്രിക ലോകത്ത്, പരലോക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ സ്വർഗ്ഗലോകത്ത് പ്രവാചകരുടെ സാന്നിധ്യവും നമുക്ക് അരുളി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകരുടെ വിശ്വാസവും പ്രവാചകരുടെ സ്നേഹവും ആദരവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഓർമ്മ മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ കർമ്മമായി എപ്പോഴും നിരന്തരമായി ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ലഫ്ലുകൾ നമ്മളങ്ങ് ഏറ്റു പറയണം. അതുപോലെ തന്നെ നമസ്കാരത്തിന് വരൂ, വിജയത്തിന് വരൂ എന്നുള്ള വിളിയിൽ നിസ്കാരവും വിജയവും ഒന്നും പറയുന്നതിന് മുമ്പേ സത്യസാക്ഷ്യത്തിൻ്റെ, ഷഹാദത്തിൻ്റെ 2 കലിമകൾ ഏറ്റു പറയുന്നുണ്ട്. കേൾക്കുന്നവർ മുഴുവൻ, ലോകം മുഴുവൻ അത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത് ജീവിതത്തിൽ ഞാൻ സാക്ഷിയാണ്, അഷ്ഹദു, ഞാൻ സാക്ഷിയാണെന്ന് ജീവിതത്തിൽ ബോധപൂർവം തെളിയിച്ചു കൊണ്ടിരിക്കുകയും വേണം, സംസാരത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റങ്ങളിലുമെല്ലാം. അങ്ങനെയാണ് പ്രവാചകരുള്ള വിശ്വാസം, ആ മാതൃകാ ജീവിതം നമ്മളിൽ നിലനിർത്തുവാനും മറ്റുള്ളവർക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും സാധിക്കുക. ആ ഒരു വലിയ ബാധ്യതയാണ് സത്യവിശ്വാസികളിൽ ഓരോ വ്യക്തിയിലും നിർബന്ധമായും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. നോക്കൂ, നിങ്ങൾ അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്നെ കാത്തു നിൽക്കുന്ന സഹാബത്തിലേക്ക്, കൂട്ടുകാരിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വല്ലാത്ത സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്ന മുഖവുമായി സഹാബികൾ ചോദിച്ചു, അള്ളാഹിൻ്റെ പ്രവാചകരെ, താങ്കൾ വലിയ സന്തോഷത്തിലാണല്ലോ, വല്ലാത്തൊരു സംതൃപ്തി താങ്കളുടെ മുഖത്തുണ്ടല്ലോ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഒരു മലക്ക്, അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അമാ യുർലീക അന്ന റബ്ബക അസ്സ വജല്ല യഖൂൽ ഇന്നഹു ലാ യുസല്ലി അലൈക അഹദുൻ മിൻ ഉമ്മതിക ഇല്ലാ സല്ലൈതു അലൈഹി അശറ. മുഹമ്മദേ, നിൻ്റെ ഉമ്മത്തിൽ, നിൻ്റെ വിശ്വാസികളിൽ ആരെങ്കിലും ഒരാൾ നിനക്ക് വേണ്ടി രക്ഷയും സമാധാനവും നേർന്നുകൊണ്ട് സലാത്തും സലാമും ചൊല്ലിയാൽ, ഞാൻ അങ്ങനെ താങ്കൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലിയ, സലാം ചൊല്ലിയ ആൾക്ക് വേണ്ടി 10 തവണ ഞാൻ നന്മകൾ നേരുന്നതാണ്, സലാത്തും സലാമും ചൊല്ലുന്നതാണ്. അതുപോലെ തന്നെ നിൻ്റെ ഉമ്മത്തിൽ ആരും അങ്ങനെ ചെയ്യുകയില്ല. ഞാൻ സലാത്താണെങ്കിൽ അവന് വേണ്ടി സലാത്ത് ചൊല്ലും, സലാമാണെങ്കിൽ അവൻ്റെ പേരിൽ ഞാൻ സലാം ചൊരിയും. ഇത് താങ്കളെ
ഇഷ്ടപ്പെടുത്തുന്നൊരു സംഗതിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ബല, തീർച്ചയായും റബ്ബേ എന്ന്. അപ്പോൾ പ്രവാചകരുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കേണ്ട രീതി മറ്റെല്ലാ അഭിനയങ്ങളും കാപട്യങ്ങളും ഒന്നുമില്ലാത്ത ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പ്രവാചകരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. ഏതൊരാൾക്ക് വേണ്ടി നാം നന്മകൾ കരുതുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും വേണമോ അത് ഏറ്റവും നല്ല മനുഷ്യനു വേണ്ടിയാണ്. ലോകർക്ക് മുഴുവൻ നന്മയുടെ സന്ദേശവുമായി ഉത്തമമായ മാതൃകയുമായി വന്നു പോയിട്ടുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ജീവിത ആവിഷ്കാരമായി തൻ്റെ ആയുഷ്കാലം മുഴുവൻ നിറവേറ്റിയിട്ടുള്ള തുറന്ന പുസ്തകമായി ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള ജീവിതം, ആ വ്യക്തിത്വത്തിന് വേണ്ടിയാണ് നന്മകൾ നേരുകയും പ്രാർത്ഥിക്കുകയും വേണ്ടത്. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്തും സലാമും എപ്പോഴും ഉണ്ടാവണം. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹും മലക്കുകളും അള്ളാഹു തീർച്ചയായും പ്രവാചകർക്ക് വേണ്ടി നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, രക്ഷയും സമാധാനവും നേർന്നുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ മുഴുവൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങളും ആ മഹൽ വ്യക്തിത്വത്തിനു വേണ്ടി, ആ പ്രവാചകർക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം വചനങ്ങൾ. അതിനുശേഷം പ്രവാചകരുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്തോഷം അറിയിക്കുന്നുണ്ട്. സൽ തുഅത, സൽ തുഅത. ഇതാണ് പ്രാർത്ഥന. അള്ളാഹുവിനെ സ്തുതിക്കുക, അവൻ്റെ പ്രവാചകരുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക, എന്നിട്ട് തൻ്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തേടുക. നീ പ്രാർത്ഥിക്കുക, ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും. നീ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ടാവും. അള്ളാഹു നിന്നെ കേൾക്കും, നിന്നെ പരിഗണിക്കും. എങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ രീതി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രവാചകരുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടുമാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ എല്ലാ രക്ഷയും സമാധാനവും താങ്കൾക്കുണ്ടാവുമാറാവട്ടെ, ഞാൻ എത്ര തവണയാണ് സലാത്ത് ചൊല്ലേണ്ടത്? മാശിഅത, നിനക്കിഷ്ടമല്ല അത്ര ചൊല്ലിക്കോ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഞാൻ താങ്കൾക്ക് വേണ്ടിയാക്കട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇദൻ തുഖ്ഫ ഹമ്മക വയുഗ്ഫറു ലക ദംബുക. അങ്ങനെയാണെങ്കിൽ നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടും, എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കപ്പെടും, നിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ പേരിലുള്ള സലാത്തും സലാമും എന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അത് പ്രവാചകർക്ക് വേണ്ടി മാത്രമുള്ള നന്മയുടെ ആശംസകളല്ല, അത് അതേ അവസരത്തിൽ വലിയ പുണ്യമായി സലാത്ത് ചൊല്ലുന്ന ആൾക്ക് ലഭിക്കുകയാണ്. ഒരു സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. സലാത്തിൻ്റെ പൂർണ്ണ രൂപങ്ങൾ അറിയാമല്ലോ, നമസ്കാരത്തിലെല്ലാം നമ്മളത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ചൊല്ലുമ്പോൾ 10 പ്രാവശ്യം അള്ളാഹു ആ സ്വലാത്ത് ചൊല്ലിയ പ്രാർത്ഥന നിർവഹിച്ച വ്യക്തിക്ക് വേണ്ടി 10 പ്രാവശ്യം നന്മകൾ നേരുകയാണ്. മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിസ്സാരമുള്ളൊരു വിഷയമല്ല, വലിയ പുണ്യമുള്ള, വലിയ മഹത്തായ സ്ഥാനമുള്ള, അതോടൊപ്പം ഖുർആൻ കൽപ്പിച്ചിട്ടുള്ള വലിയ ബാധ്യതയായിട്ടുള്ളൊരു സംഗതിയാണ്. അതിന് ഒരു ഭാരവുമില്ല, സമയത്തിൻ്റെ ചെലവില്ല, പണത്തിൻ്റെ ചെലവില്ല, മറ്റ് യാതൊരു മെനക്കെടുമില്ല. മറിച്ച് നിൻ്റെ ചുണ്ടുകൾ ദിക്റുകളും ദുആകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് വേണ്ടിയുള്ള സലാത്തും സലാമും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലൻ നാസി ബി യൗമിൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. അന്ത്യനാളിൽ എൻ്റെ ഏറ്റവും സമീപത്തുണ്ടാവുക,
എൻ്റെ ഏറ്റവും അടുപ്പം ലഭിക്കാൻ ഭാഗ്യമുണ്ടാകുന്നവർ എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയിട്ടുള്ളവരാണ്. അതൊരു ആവശ്യമില്ലാത്തതും ഒരു പഴഞ്ചനുമായി വെറുതെ ഉള്ള ഒരു ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒന്നാണ് എന്നൊക്കെ വിചാരിച്ച് അവഗണിക്കുന്ന അവസ്ഥയുണ്ട്. നിസ്സാരമാക്കി കളയരുത്. അതിമഹത്തായ ഈ പുണ്യം, വലിയ ബാധ്യതയായി ഏൽപ്പിക്കപ്പെട്ടുള്ള ഇക്കാര്യം അത് എപ്പോഴും ഏറ്റെടുത്ത് ബോധപൂർവം നിർവഹിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹിൻ്റെ പ്രവാചകന്റെ പേരിലുള്ള സലാത്തും സലാമും ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. പിശുക്കൻ ആരാണ്? ഒന്നും ചെലവാക്കാത്തവൻ പിശുക്കൻ എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിലുള്ള പിശുക്കൻ ബഖീൽ ആരാണ്? എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലാത്തവനാണ്. അതിനുവേണ്ടി മനസ്സ് വരാത്തവൻ, അതിനുവേണ്ടി വായ തുറക്കാത്തവൻ, അതിനുവേണ്ടി ചുണ്ടനക്കാത്തവൻ, അവനായിട്ട് ഏറ്റവും വലിയ ബഖീൽ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കുകയുണ്ടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പേരുദോഷം ഉണ്ടാവരുത് സത്യവിശ്വാസികളിൽ. എല്ലാവർക്കും വ്യക്തിപരമായി, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കൂട്ടുകെട്ടിൽ എപ്പോഴും ഈ സ്വലാത്തും സലാമും ആവർത്തിച്ചു കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം, മാതൃകയായി മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ടിരിക്കണം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി ഫഇന്ന സ്വലാത്തകും മഅറൂലത്തുൻ അലയ്യ. ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്, ജുമുഅ ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ധാരാളമായി സ്വലാത്തും സലാമും ഞങ്ങൾ ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുങ്ങിയ രൂപത്തിൽ അത്രയെങ്കിലും പറയാൻ സാധിക്കണം. സലാത്തിൻ്റെ പൂർണ്ണമായ രൂപം അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ, അത് പൂർണ്ണമായി ചൊല്ലാൻ പറ്റുമ്പോൾ അതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഫൈന്ന സലാത്തുക്കും മഅറൂലത്തുൻ അലയ്യ. നിങ്ങളുടെ സലാത്ത്, നിങ്ങളുടെ പ്രാർത്ഥന അതെനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു നന്മകൾ ചൊരിയും, മലക്കുകൾ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നിരന്തരമായി നന്മകൾ നേർന്നുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭാഗ്യം ഈ പ്രാർത്ഥനയിലൂടെ, ഈ സലാത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അത് നഷ്ടപ്പെടുത്തരുത്, അത് നിലനിർത്തണം. നമ്മുടെ ജീവിതത്തിൽ, പുതിയ തലമുറയിൽ, കുടുംബത്തിൽ എല്ലാം ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന, തഖ്വയുള്ള, ധർമ്മനിഷ്ഠയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബാങ്കിൻ്റെ ലഫ്ളുകൾ കേൾക്കുമ്പോൾ അതിനുത്തരം നൽകുക, അത് ഏറ്റുപറയുക. ബാങ്ക് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രാർത്ഥന, അതിൽ എൻ്റെ പേരിൽ നിങ്ങൾ സലാത്തും സലാമും ചൊല്ലുക. ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന ധാരാളമായി പഠിച്ചിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. പല രീതിയിൽ അതിൻ്റെ വചനങ്ങൾ കാണാം. അപ്പോൾ പ്രവാചകർക്ക് വേണ്ടി സലാത്തും സലാമും ചൊല്ലുക ബാങ്ക് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയിൽ. അതിനുശേഷം എല്ലാ പ്രാർത്ഥനകളും നിർവഹിക്കാം. കാരണം ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണ്. ധാരാളമായി പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അക്കൂട്ടത്തിൽ പ്രവാചകരുടെ പേരിലുള്ള സലാത്തും സലാമും. അവിടെ ആ പ്രാർത്ഥനയിൽ സുമ്മ സല്ലു അലൽ നബിയി വസലുല്ലാഹ തആല ലഹുൽ വസീല, പ്രവാചകർക്ക് വേണ്ടിയുള്ള വസീലത്തിനെ തേടണം. ഫമൻ സഅല ലിൽ വസീല ഹല്ലത്ത് ലഹു ശഫാഅ. എന്താണ് വസീലത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
അത് സ്വർഗത്തിലെ ഒരു ഉന്നതമായ സ്ഥാനമാണ്. അത് ഒരുപാട് ആളുകൾക്ക് ലഭിക്കുകയില്ല. എനിക്കത് നേടണം, അതെനിക്കുണ്ടാവണം, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് വസീലത്ത്, എനിക്ക് വസീലത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ വബ്അസു മഖാമൻ മഹ്മൂദൻ ലദി വഅത്ത എന്ന് പറയുന്ന ആ സ്ഥാനം, വസീലത്ത്. അങ്ങനെ വസീലത്തിന് വേണ്ടി നിങ്ങൾ തേടിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ പരലോകത്ത് എൻ്റെ ശുപാർശ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലത്ത് ലഹു ശഫാഅ, എൻ്റെ ശുപാർശ നിങ്ങൾക്ക് ലഭിക്കും. വലിയ വിഷയമാണ്. അതുകൊണ്ട് നിസ്സാരമായി കാണരുത്, മറന്ന് കളയരുത്, വിട്ടുകളയരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ പേരിലുള്ള സലാത്തും സലാമും ധാരാളമായി വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം അതിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള അവസരമാണ്. വെള്ളിയാഴ്ച രാവും അങ്ങനെ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷം, ബാങ്കിന് ശേഷം, അതുപോലെ അല്ലാത്ത മറ്റവസരങ്ങളിലുമെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്തും സലാമും വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം إنك حميد مجيد. اللهم إنا نسألك الخير كله عاجله وآجله ونعوذ بك من الشر كله عاجله وآجله. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعامله. اللهم وفقه ونوابه وإخوانه الحكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين. اللهم اشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.